നമ്മുടെ ആൻസർ കുട്ടി എത്തുന്നു. വെൽക്കം ആൻസർ ഓൺ സ്റ്റേജ്. ഇത് ആൻസർ കുട്ടിയൊന്നും ഒരു അല്ല. ട്രഡീഷണൽ ആൻസർ. അല്ലല്ല, ഹലോ, ഞങ്ങളെ വിശ്വസിക്കില്ല. പക്ഷെ എന്റെ പൊന്നെ, എനിക്ക് വയ്യ. ആൻസർ കുട്ടി തന്നെയാണോ ഇത്? ഇത് കണ്ടോ? പാവാടയുടെ താഴെ കണ്ടോ? എന്തോ അത് MG താമരയാണോ? ഇത് കണ്ടോ? എന്തൊരു ഭംഗി. ഇത് കണ്ടോ? ഓ എനിക്ക് വയ്യ. ആൻസർ കുട്ടി ഇത് അത് കണ്ടോ? original ആ. കോമ്പിനേഷൻ. അത് താമര. 3 താമരകൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതാണ് ഇത് MG അങ്കിള്, ഇത് റിമി ആന്റി, ഇത് ബിന്നി മാം. എല്ലാരും ഉണ്ട്. ബ്രാൻഡ് ആയിട്ടാ വന്നിരിക്കുന്നത്. അതെ അതെ. ആൻസർ കുട്ടി, ആ. പിന്നെ ഈ ഇതൊക്കെ ആര് വാങ്ങിച്ചു തന്നത്? ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ വരും അല്ലേ? എനിക്കത് ഒന്ന് തിരിഞ്ഞ ബാക്ക് കണ്ടേ. താമരപ്പൂ ഇങ്ങനെ നിക്കുന്ന കാണാം, പക്ഷെ എല്ലാരും നോക്കുള്ളൂ. താമരപ്പൂനെ പോയി എടുക്കാറില്ല, അങ്ങനെ കിട്ടാറുമില്ല. താമരപ്പൂ ആരും തലേ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലില്ല. ഇത് എവിടുന്ന് പറിച്ചടാ ഇത്? പറിച്ചതൊന്നും അല്ല, പിന്നെ? മേടിച്ചതാ. മേടിച്ചോ? അടിച്ചതൊന്നുമല്ല, മേടിച്ചതാ. ഒന്ന് പോയാ ഈ ഡ്രസ് ഇട്ടത് എന്തിനാന്ന് അറിയാമോ? താമരപ്പൂ ഞാനേ ഒരു താമര പെണ്ണ. താമരപ്പെണ്ണേ. കറുത്ത രാവിന്റെ കന്നിക്കിട ഒരു വെളുത്ത മുത്ത്. അതിനെവിടെ താമര? താമരയില്ലല്ലോ. അല്ല, താമര പെണ്ണെന്നുണ്ട്. ഉണ്ടല്ലേ? വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ വെളിച്ചപ്പൂവിന് തപസിരുന്ന് താമര പെണ്ണ. അതാണിത്. അപ്പൊ മക്കളെ താമര പെണ്ണാണ്. അത് ഏത് സിനിമയാ? സിനിമ പിടിയിട്ടണില്ല. കിട്ടുന്നില്ല. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. ഉം. അത് മോക്ക് അതെ, പ്രയാസം. പ്രയാസം. നമുക്കേ പ്രയാസം. പ്രയാസം. മ്യൂസിക് ജോൺസൺ മാഷ്. ലിറിക്സ് എനിക്ക് അറിഞ്ഞൂടാ. മുല്ലനേഴി സാർ. ആ. ഉം. And പാടിയത് ജി വേണുഗോപാൽ. പാടിയത് അല്ല, ആ. പാടിയത് കെ ചിത്രാമ. ആ വെർഷനാണോ പഠിച്ചത്? പിന്നെ? കെ ചിത്രാമയുടെ. വേണിച്ചേട്ടനും പാടിയിട്ടുണ്ട്. ആ. ഓക്കെ. സിനിമയുടെ ഇയർ 2001. അപ്പൊ കലക്കും. പാവം അങ്ങോട്ട് വെച്ച് കാസർ ആ. സ്പ്രിഞ്ച്. നമ്മുടെ അസിൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാട്ടോ. അസിൻ. മക്കളെ, ആ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ട് പാടണേ. ആ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
അൻസറക്കുട്ടി ആ എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? ഉണ്ടായിരിക്കും. ആ നന്നായിട്ട് പാടി. ഉം. എനിക്ക് ഈ പല്ലവി കറക്റ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മോള് അനുപല്ലവി പാടിയിട്ട് വന്ന് പല്ലവിയിലോട്ട് വന്നപ്പോഴാണ് ആ ഗ്രിപ്പ് കിട്ടിയത്. ഉം. ടോട്ടലി പാട്ട് കേൾക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല രസമായിട്ടുണ്ട്, കാണാനും കേൾക്കാനും നല്ല സുഖമുണ്ട്. ആ പക്ഷെ മോള് പാടിയതിനകത്ത് ഇതൊന്ന് കറക്റ്റ് ചെയ്തോണം ഇൻ ഫ്യൂച്ചർ കേട്ടോ. എനിക്കും തോന്നി. ആ. അപ്പൊ ഈ പാട്ട് പാടിയിട്ട് ഉടനെ തന്നെ വിട്ടേച്ച് പോകരുത്. ആ ഇതിനി ഭാവിയിലും മോക്ക് പാടേണ്ടി വരും പല സ്റ്റേജിലൊക്കെ. ആ അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പറഞ്ഞ കമന്റ് ഒക്കെ കേൾക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ അത് കറക്റ്റ് ചെയ്യാം, ഇത് കറക്റ്റ് ചെയ്യാം, അത്രയും സ്ഥലം കറക്റ്റ് ചെയ്താൽ റെഡി ആയില്ലേ, ഓക്കെ ആയില്ലേ? ആ ഒന്ന് പോയെന്നേ. ഒന്ന് പോയേ ഒന്ന് MG പോയേ. ഞങ്ങളെ. ഇല്ല പിന്നെ ഒന്ന് അല്ലേ? പോയെന്റെ താമര ഇതൊക്കെ വലിയ കാര്യമാണ്. താമരക്കള്ളി. ആ ചക്കരെ ആ. നന്നായിരുന്നു കേട്ടോ. ആ ആരാണ് ഈ ആക്ഷൻസ് ഒക്കെ കാണിച്ച് തന്നത്? ഞാൻ തന്നെ പഠിച്ചത്. തന്നെ എന്തൊരു ചോദ്യം, എന്നെ അറിയില്ലേ? ശ്ശേ, ഇങ്ങനെ പാടുമ്പോ താമര പെണ്ണെ, പിന്നെ എന്താണ് കാന്തിപ്പെണ്ണിനെ കണ്ടു മോഹിച്ചു, ഇങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും തണൽ വിരിച്ചു. ആ തണല് വിരിച്ചു ഇവിടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളാണ് ഇങ്ങനെ നടന്നോണത് കാണിച്ചേ. ആണോ? ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ ആക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ. എംജിങ്ങളായിരുന്നു ശരി. നടന്നു ആ പോയത്. ഇതിന് ശരിക്കും കൊച്ച് കളിയാക്കണല്ല. മനസ്സിലായി ഞാനായിരുന്നു, എനിക്ക് മനസ്സിലായി. ഞാൻ കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി അത് ഞാൻ തന്നെയാന്ന്. ഞാൻ തന്നെ അത്. എങ്ങനെയായിരുന്നു നടന്നു പോയത് കാണിച്ച്? കണ്ടോ? കണ്ടോ? ഞാൻ മുണ്ടി പോയതല്ലേ. പക്ഷെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ? കാണാനട്ടോ. പക്ഷെ എനിക്ക് എന്താണ് കറുത്തരാവിന്റെ വെളുത്ത മുത്ത് ആ താഴെ പോയിട്ട് പിന്നെ മോളെ രണ്ടാം ലൈൻ വരുമ്പോഴത്തേക്കും ആ താഴേന്ന് വരുന്നോണ്ടാണോ എന്നറിയാൻ പാടില്ല, അവിടെ ഒന്ന് ആടി കുറച്ചൊന്ന് ഒലഞ്ഞു പോയത്. അതൊന്ന് അത് എന്ത് പറ്റി ആടി ആടി ഒലയാൻ കാരണം? എന്തോന്ന്? ഭക്ഷണം കഴിച്ചില്ല, ആടി ആടി ഉലഞ്ഞു. ആ പിന്നല്ല, ഞാൻ ഭക്ഷണം കഴിച്ചു. പിന്നെ ആടി ആടി ഉലഞ്ഞത് എന്തിനാന്ന്? ആ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലെന്നൊരു അതെ, അതുപോലെ അതുപോലെ. നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ത് പറഞ്ഞാലും കേട്ടിട്ടുണ്ടോ അത്? അതിന്റെ അർത്ഥം പറയാ, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറഞ്ഞ എന്താ? എനിക്കത് അറിഞ്ഞൂടാ. ആ അതൊക്കെ പഠിക്കണ്ടേ? ഞാൻ കുഞ്ഞു ആവേണ്. ആ ഞങ്ങക്ക് തോന്നില്ല കേട്ടോ. കുഞ്ഞതായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്റെ ചേച്ചിനെ പോലെ തോന്നുന്നു. എന്നെക്കാളും വലിയ ചേച്ചിയാട്ടെ എനിക്ക് തോന്നുന്നു. അത് ഇവിടെ നിന്ന കാരണമല്ലേ, അവിടെ നിങ്ങളല്ലേ ഇരിക്കുന്നത്. ഉയ്യോ, ഇത് പ്രശ്നാവൂട്ടോ കുറച്ച് കഴിയുമ്പോ. അത് കറക്റ്റാ, അവള് പറയുന്നത് ശരിയല്ലേ. അതെ അതെ. ഇത്രയും പൊക്കത്തിൽ ഇരുന്നോണ്ട് നോക്കുമ്പോ കുഞ്ഞായിട്ട് തോന്നും. അതെ അതെ അപ്പൊ അവൾ ഇവിടെ വന്നിരുന്നിട്ട് റിമി അവിടെ നിൽക്കുമ്പോ റിമിയെ കുഞ്ഞായിട്ട് തോന്നും. അതെ തോന്നും. ഞാൻ ദൂരെ നോക്കുമ്പോ ഒരു കൊച്ചു കുഞ്ഞതായിരിക്കൂലേ. അതെ. അതാണ് അങ്ങനെ അതാണ് സംഭവം. അറിഞ്ഞൂടെ റിമി ആന്റി? എനിക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, എന്തോന്ന് റിമി ഇത്? ഇതൊന്നും അറിഞ്ഞൂടാ, എന്താ ഇത്? എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? വലിയ കാര്യമുണ്ടാ പറയാൻ അങ്ങനെയൊക്കെ. അതല്ലാതെ കാരണം ദേഷ്യം വരുന്നുണ്ടോ? എന്നെ ദേഷ്യം പിടിപ്പിച്ച ഞാൻ അടിച്ച് പഞ്ചറാക്കും. അയ്യോ ഉപദ്രവേൽപ്പിക്കും. എന്നാ അതൊന്ന് കാണട്ടെ. എനിക്കത് കാണണല്ലേ, അതെ. എത്ര ദേഷ്യം വരുമെന്ന് എനിക്ക് അതെ അറിയാം. എനിക്കും കാണാം പഞ്ചമാക്കുന്നത്. നല്ല ഇടി തിരിഞ്ഞ് ഏ എന്നെ അടിച്ചാ ഞാൻ വിഴുങ്ങും. വിഴുങ്ങുന്ന്. വിഴുങ്ങുവോ? മതിയല്ല. വിഴുങ്ങും. ആര് വിഴുങ്ങും? റിമിയെ വിഴുങ്ങും. റിമിയെ വിഴുങ്ങും. എന്നാ വേണ്ട, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ ഇങ്ങനെ മോന്തക്കിട്ട് ഒറ്റടി തരും. അയ്യോ എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല, പിന്നെ പാടണ്ടല്ലേ ഇവിടെ വന്ന്? തിരിച്ചൊന്നും ചെയ്യില്ല. ഞാനൊന്നും ചെയ്യില്ല. അയ്യോടാ അയ്യോടാ. ഞാൻ ഒന്നും പിന്നെ ചെയ്യില്ല. എന്തിനാ പറഞ്ഞ എന്നെ അടിക്കും? അയ്യോടാ ചുമ്മാ പറഞ്ഞു. നിനക്ക് ദേഷ്യം വരുന്ന കാണാൻ രസമല്ലേടെ താമരപ്പെണ്ണ്? അതെ, ഞങ്ങളെ ഈ താമരപ്പെണ്ണെ രസിച്ചോണ്ടിരിക്കുകയല്ലേ. ഓ എന്നെ സോപ്പടിക്കണ വേണ്ട. സോപ്പിടൊന്നും വേണ്ട. അല്ല റിമി കുറച്ചുമ്പേ പറഞ്ഞല്ലോ, ഓ ഈ കൊച്ചു പാടുമ്പോഴത്തേക്ക് ഭയങ്കര ജാടയാന്ന്. അയ്യോ ഇല്ല കേട്ടോ. ആൻസർ കുട്ടി, ഞാൻ അങ്ങനെ പറയോ? ഞാൻ ഒരിക്കലും പറയില്ല. പറയുമെങ്കിൽ പറഞ്ഞെന്ന് പറ. ഞാൻ അങ്ങനെ പറയും തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ആയിരിക്കും. അല്ല, ഞങ്ങള് 3 പേരിൽ ആരാണ് സത്യം പറയുന്നതെന്ന് കൊച്ചിന് തോന്നണം. അയ്യോ എന്റെ പൊന്നേച്ചി, ഇതൊന്നും ഇങ്ങനെ റിമി ചോദിക്കരുത്. ആന്റി ഏ? ഒന്ന് ചിരിച്ചേ നുണക്കുഴി ഉണ്ടാ നോക്കാം. ആര്, ഞാനോ? അയ്യോ, എന്തായാലും നടക്കൂല. നുണക്കുഴിയില്ല. ഉണ്ട് മോളെ, എന്താന്നറിയ ഈ നാക്കുമ്പോ ഇല്ല, വെറുതെ ഇരിക്കുമ്പോഴത്തേ 2 കുഴിയുണ്ടോ? കണ്ടോ അതേണ്ടേ എവിടെ? ഈ ചെവിയില്ല. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ എവിടെ ചെവിയില് ഉണ്ട് ഉണ്ട് ഇല്ല. ആ, ഉണ്ട്, 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 ഉണ്ട് ഉണ്ട്. ഉണ്ട് ഉണ്ട് അപ്പൊ ചെറുതായിട്ട്. ഇവിടെ നുണക്കുഴി വരൂ. നുണക്കുഴി ഉള്ളവരാണോ നുണ പറയുന്നേ? അങ്ങനെയാണോ? അങ്ങനെയാണോ? ഓൾറെഡി നുണ പറയുന്നു മാത്രം. ആ നമ്മൾ ഓൾറെഡി പറയുന്നു കുഴി ഇല്ലെങ്കിലും. എന്തായാലും കലക്കി കേട്ടോ, അല്ലേ? ദിനേശേ, പാട്ട് കലക്കി, ഡ്രസ് കലക്കി, മുല്ലപ്പൂ കലക്കി, താമരപ്പെണ്ണ് കലക്കി. ആ അപ്പൊ ശരി, കലക്കി. ഓൾ ദി ബെസ്റ്റ്. Okay. അപ്പൊ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ചക്കര ഉമ്മ. So today we are giving you 98 out of 100. താങ്ക് യു.
ആടി ഒരു താമരപ്പൂക്കുറ്റി. ഓക്കെ അല്ലേ? മാർക്ക് ഓക്കെ അല്ലേ? ഉപദ്രവം ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ലല്ലോ. ബൈ ബൈ, സീ യു. ടാറ്റാ.